ടീച്ചേഴ്സ് ടിപ്സ് ടൂളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കീവേഡ്സ് ആൻഡ് മെമ്മറി വേർഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ തേർഡ് ലെവലിൻ്റെ ബുക്ക് ബിയിലാണ് നമ്മൾക്ക് എന്ത് ചെയ്യാം, കീവേഡ്സും മെമ്മറി വേർഡ്സും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റാം. ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ പൊതുവെയുള്ള ഒരു ഡൗട്ടാണ്, കീവേഡ്സ് ആണോ? ആദ്യം നമുക്ക് ഹോംവർക്ക് പേജിലാണ് മെമ്മറി വേർഡ്സ് 5 എന്നിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എപ്പോഴും ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക, നമുക്ക് കുട്ടികളെ ഫസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നത് കീവേഡ്സ് ആണ്. കീവേഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു നമ്പർ, ഇപ്പോൾ 1 ഇവിടെ നോക്കാം, 1 സൺ 2 സൂ, അതായത് ഈ 1 ആയിട്ട് കണക്ട് ചെയ്യുന്നത് സിമിലർ ആയിട്ട് വരുന്ന വേർഡാണ് എന്ത്, സണ്ണ്. അതായത് റൈമിംഗ് വേർഡ്സ് എന്ന് പറയും. ഇപ്പോൾ 1 സൺ 2 സൂ 3 ട്രീ അല്ലെ, 2ന് സിമിലർ ആയിട്ട് വരുന്നതാണ് സൂ എന്നുള്ള വേർഡ്, 3ക്ക് സിമിലർ ആയിട്ട് ട്രീ എന്നുള്ള വേർഡ്, 4 എന്നുള്ളത് ഡോറ്, 5 ഹൈവ്, 6 വിക്സ്, 7 ഹെവൻ, 8 ഗേറ്റ്, 9 വൈൻ, 10 ഹെൻ. നമുക്ക് 30 വരെയുള്ള വേർഡ്സ് എന്തുണ്ട്, നമുക്ക് നമ്മുടെ അബാക്കസിൻ്റെ ഗ്രൂപ്പിലും നമുക്ക് നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. 30 വേർഡ്സ് ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ചോദിക്കുക, ടീച്ചേഴ്സ് സെൻഡ് ആക്കി തരും. അപ്പോൾ ഇതെങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നാണ് പല ടീച്ചേഴ്സിനും ഡൗട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കീവേഡ്സ് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. മെമ്മറി വേർഡ്സ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് മെമ്മറി വേർഡ്സ്. അതായത് ഇപ്പോൾ ഒരു ടീച്ചേഴ്സിന് വെറുതെ നിങ്ങൾക്കൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റോ കാര്യങ്ങളോ മെമ്മറി വേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് സ്റ്റേറ്റിൻ്റെ പേരാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന മെമ്മറി വേർഡ്സ് സ്റ്റേറ്റിൻ്റെ പേരുകൾ സെലക്ട് ചെയ്യാം. ജില്ലകളെ പേരാണെങ്കിൽ ജില്ലകളെ പേര് സെലക്ട് ചെയ്യാം. എന്നല്ല റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സ് സെലക്ട് ചെയ്യാം. മെമ്മറി വേർഡ്സ് ടീച്ചേഴ്സിനും കുട്ടികൾക്കും ആവശ്യമായിട്ട് എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് മെമ്മറി വേർഡ്സ്. അപ്പോൾ അത് ഓരോ ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ കുട്ടികളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും മെമ്മറി വേർഡ്സ് വരുന്നത്. പക്ഷേ കീവേഡ്സ് എല്ലാവർക്കും ഏകദേശം സെയിം ആയിരിക്കും. അതായത് 30 വരെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ കീവേഡ്സ് ആയിട്ട് വേണം നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. എല്ലാം വേണ്ട ഒരു 100 വരെയുള്ള കീവേഡ്സ് ഉണ്ടെങ്കിൽ പിന്നീട് എന്താക്കി തരാം, അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇട്ടുതരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, കോമൺ എങ്ങനെ നമുക്ക് ഇനി കീവേഡ്സ് പഠിപ്പിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. കീവേഡ്സും അതിനോട് കണക്ട് ചെയ്തിട്ട് എങ്ങനെ മെമ്മറി വേർഡ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് നിങ്ങൾ കീവേഡ്സ് കൊടുക്കുക. ആദ്യത്തെ ഒരു 5 എണ്ണം എന്ത് ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കുക. അത് 1 സൺ 2 സൂ 3 ട്രീ 4 ഡോർ 5 ഹൈവ്. ഇതെന്ത് ചെയ്യുക, നമ്മൾ സ്പീഡ് റേറ്റിൻ്റെ അവിടെ വേണമെങ്കിൽ എഴുതിയിട്ട് നമുക്കിപ്പോൾ സ്പീഡ് റേറ്റ് നമ്മൾ 1 മീറ്റർ സെറ്റാക്കിയതിന് ശേഷം 1 സൺ 2 സൂ 3 ട്രീ 4 ഡോർ 5 ഹൈവ് അങ്ങനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ 5 പഠിപ്പിക്കുക. അത് പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് 5 പഠിപ്പിക്കുക. അങ്ങനെ ചെയ്യാം. ഇനി എപ്പോഴും പഠിപ്പിക്കണം എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില കുട്ടികൾ ഭയങ്കര സ്മാർട്ട് ആയിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5 കൊടുക്കുക, നെക്സ്റ്റ് അങ്ങനെ 5 ആഡ് ചെയ്ത് കൊടുക്കുക. ചില കുട്ടികൾ സ്ലോ ആയിരിക്കും, ലേണിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 5 വെച്ചിട്ട് തന്നെ കൊടുക്കുന്നത്, അങ്ങനെ കൊടുക്കൽ ഓരോ വേർഡ്സും ആദ്യത്തെ 5 പഠിപ്പിച്ച ശേഷം 6 ആക്കുക, 7 ആക്കുക. ആ കുട്ടിയെ പഠിച്ചതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ കുട്ടിയുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യേണ്ടതാണ്. ഇനി അങ്ങനെ മെമ്മറി വേർഡ്സും കീവേഡ്സും കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് നമുക്കിപ്പം 1 സൺ 2 സൂ 3 ട്രീ 4 ഡോർ 5 ഹൈവ് എന്നുള്ളത് കിട്ടി. ഇനി നമുക്കൊരു 5 മെമ്മറി വേർഡ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അതായത് പെൻസിൽ, മെമ്മറി വേർഡ്സ് രണ്ടാമത്തെ നമുക്കൊരു ബോക്സ്, മൂന്നാമത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ബോക്സ്. മൂന്നാമത് നമുക്കൊരു ബുക്ക്. നാലാമത് നമുക്ക് ഏതെങ്കിലും ഒരു വേർഡ്, പെൻ. അഞ്ചാമത് റൈറ്റ്. നമുക്ക് ഇഷ്ടമുള്ള വേർഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇതെല്ലാം നമുക്ക് തിരുവനന്തപുരം, കൊല്ലം അങ്ങനെ ജില്ലകളെ പേരാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എഴുതാം. പക്ഷെ നിങ്ങൾ മെമ്മറി വേർഡ്സും കീവേഡ്സും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കുട്ടികളോട് കണ്ണടച്ചതിന് ശേഷം ഇമാജിൻ ചെയ്യാൻ പറയുന്നത് കുട്ടികൾക്ക് പെട്ടെന്ന് അത് ഓർമ്മയിൽ നിൽക്കാൻ ഉപകരിക്കും.
അതായത് ഏതൊരു കാര്യം നമ്മൾ ഡയറക്റ്റ് കണ്ണ് തുറന്നിട്ട് ഇമേജിൻ ചെയ്യാൻ പറയുന്നതും കണ്ണടച്ചുകൊണ്ട് ഇമേജിൻ ചെയ്യാൻ പറയുന്നതും രണ്ട് തരത്തിലുള്ള എഫക്റ്റ് ഉണ്ടാക്കും. കണ്ണടച്ചുകൊണ്ട് ഇമേജിൻ ചെയ്യാൻ പറയാം, അതിൽ കുറച്ചും കൂടി കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഈ കുട്ടികൾക്ക് പെട്ടെന്നായി ഒരു ഒബ്ജക്റ്റ് ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ പേരായാലും ഇപ്പൊ തിരുവനന്തപുരം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ തിരുവനന്തപുരം എന്നുള്ളതും ഒരു കളറിലായിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാ പറയും. ഇപ്പൊ നമുക്കൊരു സ്റ്റോറി ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാന്നാ പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ആദ്യം കീവേഡ്സ് കുട്ടികൾ പഠിച്ചതിന് ശേഷം നമുക്ക് ഓർമ്മിക്കണം. ആദ്യത്തെ 5 ഇപ്പൊ സെലക്ട് ചെയ്തിട്ടുള്ളത് സണ്ണ്, സൂ, ട്രീ, ഡോർ, ഹൈവ്. അപ്പൊ ഇതിന് കണക്ട് ആയിട്ട് എങ്ങനെയാ നമുക്ക് മെമ്മറി വേർഡ്സ് പഠിപ്പിച്ചെടുക്കാന്നാ പറയുന്നത്. ആദ്യം നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ലെറ്റർ അല്ല വേർഡ് പെൻസിൽ എന്നാണ്. ഓക്കെ, നമുക്ക് അടുത്തത് പെൻസിൽ എന്നുള്ള വേർഡ് അറിയണം. പിന്നെ അതിനുശേഷം ബോക്സ്, പിന്നെ ബുക്ക്, പെന്ന്, റൈറ്റ്. ഇനി ഈ മെമ്മറി വേർഡ്സും കീവേഡ്സും എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇപ്പം മെമ്മറി ടെസ്റ്റ് പോലത്തെ ഒരുപാട്, പിന്നെ അതെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കണ്ടേ, അവർ തൗസൻഡ്സ് വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ കൊണ്ട് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മെത്തേഡാണ് ഈ മെമ്മറി വേർഡ്സും കീവേഡ്സും. അപ്പൊ കീവേഡ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്പർ ഓർമ്മിക്കണം. ഒന്നാമത്തത് പെൻസിലാണ്, രണ്ടാമത്തത് ബോക്സ്, അതായത് 1 2 3 എന്നുള്ള ഈ നമ്പറിന് പകരം ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും കണക്ട് ചെയ്യിക്കുക. അതായത് സണ്ണില്ലത് ഇനി 1 പകരം നമ്മൾ സണ്ണില്ലതാണ് പറയുക, ഓർമ്മിക്കുക. കുട്ടികൾ മെമ്മറിയിൽ ഉണ്ടാകുന്ന സണ്ണാണ്. 1 പകരം സണ്ണ് ഓർമ്മിക്കണം, 2 പകരം സൂ എന്ന് ഓർമ്മിക്കണം, 3 പകരം ട്രീ എന്ന് ഓർമ്മിക്കണം, 4 പകരം ഡോറ്, 5 പകരം ഹൈവ്. ഇനി എന്ത് ചെയ്യണം, ഈ കീവേഡ്സ് ഈ നമ്പർ 1 2 3 അതിന് പകരം ഈ കീവേഡ്സ് ആണ് കുട്ടികൾ എന്ത് ചെയ്യുക ഓർമ്മിക്കുക. അതുമായിട്ട് നമുക്ക് വേണ്ട മെമ്മറി വേർഡ്സ് കണക്ട് ചെയ്യുക ചെയ്യാം. ഇനി നമുക്ക് പെൻസിൽ, ബോക്സ്, ബുക്ക്, പെന്ന്, റൈറ്റ് എന്നുള്ള ഈ കേസിൽ നമ്മൾ എങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കുന്നത് കുട്ടികളോട് പറയും. അതായത് രാവിലെ നമ്മളൊരു സ്റ്റോറി പോലെ നിങ്ങളുടെ രീതിയിലായ സ്റ്റോറി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരുപാട് ടീച്ചേഴ്സ് നല്ല നല്ല സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ അവർ തന്നെ എന്ത് ചെയ്യും സെൻഡ് ആക്കി തരും. അപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇത് പറയുന്നത്. അപ്പോൾ ഓർമ്മിക്കുക. അപ്പോൾ കുട്ടിയോട് പറയാം, രാവിലെ നമ്മൾ ഉറങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കാണുന്നുണ്ട്, ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയം സാധാരണ നമുക്കൊരു സൂര്യനെ കാണുന്ന പകരം അന്ന് ഒരു വലിയ സൂര്യനെ കാണുന്നു പറഞ്ഞിട്ട്, അതായത് ആ സൂര്യന്റെ ഷേപ്പിൽ എന്ത് ചെയ്യുക ഒരു ചേഞ്ച് ഉണ്ടാക്കുക. ഇത് വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ ആഡ് ചെയ്യുക. അതായത് ഒരു വയലറ്റ് കളറുള്ള സൂര്യനാണ്. അപ്പം നമ്മൾ അത്ഭുതത്തോടെ നോക്കിയത് എന്നാൽ ഇങ്ങനെ ഒരു അതൊരു അത്ഭുതത്തിലെ രീതിയിൽ എന്ത് ചെയ്യുക കുട്ടികൾക്ക് എന്ത് ചെയ്യുക സാധാരണ പറയുന്നതിനും കുറച്ചൊരു പെരുപ്പിച്ച് പറയാന്നൊക്കെ പറയുന്നില്ലേ, ആ രീതിയിൽ എന്ത് ചെയ്യുക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ പറഞ്ഞു കൊടുക്കുക ഒരു വലിയ സൂര്യനെ കാണുന്നത്. അപ്പോൾ നമ്മൾ അതിശയത്തോടെ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൽ എന്ത് കാണുന്നുണ്ട്, നമ്മൾ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു പെൻസിലാണ്. അത് പെൻസിൽ നല്ല സ്വർണ്ണ നിറത്തിലുള്ള പെൻസിലാന്ന് പറയാം. അതിൻ്റെ ടിപ്പ് നല്ല ഓറഞ്ച് കളറാണ്. അങ്ങനെ കളർ എന്ത് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കളറും അതിൻ്റെ ഷേപ്പിലും വ്യത്യാസം വരുന്ന സമയത്ത് കുട്ടികൾക്ക് ആ ഇമേജ് എന്ത് ചെയ്യും നന്നായി മെമ്മറിയിൽ പതിയും. അപ്പോൾ പെൻസിലിനെ നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സണ്ണായിട്ട് പെൻസിൽ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അതിശയത്തോടെ അപ്പം നമ്മൾ സൂവിലേക്ക് പോകാൻ തയ്യാറായി ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെന്താന്ന് പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരുങ്ങി അങ്ങനെ സൂവിലേക്ക് എത്തിയ സമയത്ത് സാധാരണ സൂവിൽ ആനിമൽസാണ് ഉണ്ടാവുക. പക്ഷെ അന്ന് അതിലും വ്യത്യസ്തമായി എന്ത് ഓരോ സൂവിൻ്റെ ഓരോ അറകളിലും നമുക്ക് ആനിമൽസിന് പകരം പല പല ടൈപ്സിലും കളറിലുള്ള ബോക്സുകൾ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഓരോ അറകൾ നമ്മൾ ഓരോ ജിറാഫിൻ്റെയും മങ്കീൻ്റെയും ഒക്കെ അറകളിലേക്ക് നോക്കുന്ന സമയത്തും അവിടെയുള്ള സൂവിലുള്ളത് എന്താണ് പലതരത്തിലുള്ള ബോക്സുകളാണെന്ന് പറഞ്ഞു കൊടുക്കുക. അത് നിങ്ങളുടെ രീതിയിലേക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി മാറ്റി പറയാം. അങ്ങനെ ബോക്സ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സൂ എന്താക്കി കണക്ട് ചെയ്ത് ബോക്സ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറയാം. അവിടെ നമ്മളിങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി സൂവിൻ്റെ നടുവിലായിട്ട് എന്തുണ്ട് ഒരു വലിയ ട്രീ ഉണ്ട്. അപ്പോൾ ട്രീനെ പിന്നെ പറയാം. അപ്പോൾ സാധാരണ ട്രീയിൽ സാധാരണ നമ്മൾ ആപ്പിൾസും അല്ല പഴങ്ങൾ കാണാറുള്ളത്. പക്ഷെ അന്ന് അവിടുത്തെ ആയ മരത്തിൽ എന്തുണ്ട് പല പല ടൈപ്സിലുള്ള ബുക്കുകളുണ്ട്. അത് ചെറുത് വലുത് നമുക്ക് അതിൻ്റെ രീതിയിൽ എന്ത് ചെയ്യാം. അപ്പോൾ ട്രീനെ എന്ത് ചെയ്യാം ബുക്ക് ട്രീ ആയിട്ട് കണക്ട് ചെയ്തു. പിന്നെ പറയാണ്ട് പുറത്തിറങ്ങാണ്ട് ഡോർ എടുത്ത സമയത്ത് സാധാരണ ഡോർ ലോക്കിന് പകരം അവിടെയുള്ളത് ഒരു പെന്ന് കളറിലെ ലോക്കാന്ന് പറയും. ലോക്കിന്റെ ഷേപ്പ് പെന്നിന്റെ ഷേപ്പിലാണ്. അതും ഒരു നീലയോ അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യുക ഒരു കളർ എന്ത് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പറയുന്നത് അവിടെ നിന്ന് തുറന്ന സമയത്ത് പുറത്ത് കുറച്ചുകൂടി നമ്മൾ പുറത്തെത്തി. അപ്പോൾ നല്ലൊരു പൂന്തോട്ടം കണ്ട് ആ പൂന്തോട്ടത്തിൽ എന്തുണ്ട് ഒരു വലിയ ഹൈവ് മീൻസ് തേനീച്ചക്കൂടാണ്. അപ്പോൾ തേനീച്ചക്കൂടുണ്ട്. അപ്പോൾ നമ്മളതിൽ തേനുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഓരോ അറകളിലും എന്ത് കാണുന്നുണ്ട് തേനിന് പകരം എലികളാണെന്നറിയാം. വൈറ്റ് കളറിലെ എലികൾ കുഞ്ഞു കുഞ്ഞു എലികളൊക്കെ ഉണ്ട്. നമ്മൾക്ക്
അങ്ങനെ ഒരു ആ രീതിയിൽ എന്ത് ചെയ്യാം നമ്മൾ പറഞ്ഞിട്ട് കുട്ടികളോട് പറയാം. ഒന്ന് ജസ്റ്റ് ആദ്യത്തെ 5 പഠിച്ചതിന് ശേഷം പറയാം എന്ത്, അപ്പോൾ നിങ്ങളൊന്ന് നമ്മളിപ്പോൾ പഠിച്ച മെമ്മറി വേർഡ്സ് ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ കുട്ടികൾ ഓർമ്മിക്കും എന്ത്, നമ്മൾ സൂര്യനിൽ കണ്ടത്, സണ്ണിൽ കണ്ടത് എന്താണ്, പെൻസിലാണ്. സൂവിൽ കണ്ടത് ബോക്സുകളാണ്. അപ്പോൾ ട്രീയിൽ ബുക്കാണ്. ഡോറിൻ്റെ അപ്പോൾ പിടി അവർക്ക് ഓർമ്മ വരും. ലോക്ക് പെന്നിൻ്റെ, അപ്പോൾ പെന്നാണ്. ഹൈവ് റാറ്റ് ആണ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, സൺ, സൂ, ട്രീ, ഡോർ അത് പറയില്ല. അപ്പോൾ അവർ ഇമേജിൽ കണ്ട കാര്യങ്ങളാണ് എന്താക്കേണ്ടത്, നമ്മൾ ഈ കീവേഡ്സിൽ കണ്ട കാര്യങ്ങളാണ് അവർ പറയേണ്ടത്. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം ആണെങ്കിൽ സൂര്യൻ എന്തെങ്കിലും തിരുവനന്തപുരം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓറഞ്ച് കളറിലാണ് തിരുവനന്തപുരം എന്ന് എഴുതിയിട്ടുള്ളത്. ആ തിരുവനന്തപുരം ഇങ്ങനെ ഓരോ ലെറ്റേഴ്സും ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട്. അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ മെമ്മറി വേർഡ്സും കീവേഡ്സും. അപ്പോൾ മെമ്മറി വേർഡ്സ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ പഠിപ്പിക്കേണ്ടത് ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫൺ എന്ന രീതിയിലും ഇമേജ് ആയിട്ടും അതിൽ കളർ ആഡ് ചെയ്തിട്ടും എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. സാധാ രീതിയിലും വ്യത്യസ്തമായി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്ത് ചെയ്യും, അത് പെട്ടെന്ന് ഓർമ്മയിൽ നിലനിൽക്കും. പല ടീച്ചേഴ്സ് നമ്മുടെ അബാക്കസിൻ്റെ തന്നെ, വീസ്മാർട്ട് അബാക്കസിൻ്റെ ഒരുപാട് ടീച്ചേഴ്സ് ഇതേപോലെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ അവർ അയച്ചിരുന്നതാണ്. ജസ്റ്റ് ഒരു ഐഡിയ ഇട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് മെമ്മറി വേർഡ്സും കീവേഡ്സ്. അതായത് ഇതാ ഹൗ ടു യൂസ് ദീസ് keywords and abacus or memory class. Create a story or pictures using the rhyming words or each number. Help the student visualize the number as fun, character or objects. Okay, thank you.